നല്ല നാടൻ ചമ്മന്തി റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മുടെ അമ്മിക്കല്ലിൽ അരച്ച് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഉള്ളൊരു ചമ്മന്തിയാണ് കേട്ടോ. ഈ ഒരു റെസിപ്പി എനിക്ക് പറഞ്ഞു തന്നത് എൻ്റെ അമ്മയാണ്. അമ്മയ്ക്ക് പറഞ്ഞു കൊടുത്തത് അമ്മയുടെ അച്ചമ്മയാണ്. അച്ചമ്മയൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് പണ്ട് ഈ കോരി എന്ന് പറയുന്ന ഒരു മരത്തിൻ്റെ പ്ലേറ്റ് പോലെ ഇരിക്കുന്ന ഒരു സാധനമാണ്, ഒരു കുഴി ഉള്ള ഒരു സാധനമാണ്, മരം കൊണ്ട് ഉണ്ടാക്കിയതാണ്. അതിലിട്ട് പൊടിച്ച് ചതച്ചിട്ടൊക്കെയാണ് അവർ ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് വേണ്ട ആവശ്യമുള്ള സാധനങ്ങൾ പറഞ്ഞാൽ 4 5 ഇല്ലെങ്കിൽ 5 6 ചെറിയുള്ളി വേണം. പിന്നെ അടുപ്പിൻ്റെ ചോട്ടിൽ മുരിച്ചെടുത്ത നല്ല 4 വറ്റൽ മുളക് കേട്ടോ. അത് നന്നായിട്ട് ഇങ്ങനെ കിലിലാന്ന് സൗണ്ട് ഉണ്ടാവും. അതിൻ്റെ കൂടെ കുറച്ച് കല്ലുപ്പും ചേർത്ത് നന്നായി പൊടിച്ചെടുക്കുക. അതായത് ഒരു 2 പ്രാവശ്യം കല്ല് നിൽക്കുമ്പോഴേക്കും അത് നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും കേട്ടോ. കണ്ടില്ലേ, നന്നായി പൊടിഞ്ഞ് കിട്ടും. ഇനി അമ്മിക്കല്ലില്ലെച്ചാൽ നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക. പക്ഷേ കല്ലിൽ അരയ്ക്കണ ഒരു ടേസ്റ്റ് നമുക്ക് മിക്സിയിൽ ഉണ്ടാക്കുന്ന ഒരു ചമ്മന്തിക്കും നമുക്ക് കിട്ടില്ല കേട്ടോ. അങ്ങനെ ഞാൻ നന്നായിട്ട് ഉപ്പുപൊടിയും കല്ലുപ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കല്ലുപ്പും വറ്റൽമുളകും ഇട്ട് നന്നായി അരച്ച് പൊടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ചേർക്കുന്നത് ഒരു ചെറിയ നെല്ലിക്കയുടെ വലിപ്പത്തിലുള്ള പുളി ചേർത്ത് നന്നായിട്ട് അരയ്ക്കുക. ഇത് ഈ ഉപ്പും മുളകും പുളിയും എല്ലാം മിക്സ് ചെയ്ത് നന്നായിട്ട് അതങ്ങോട്ട് അരച്ച് വയ്ക്കാം. അത് നന്നായിട്ട് മിക്സായി വരുന്ന സമയത്ത് വേണം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി നമുക്ക് ചേർക്കേണ്ടത്. ചെറിയ ഉള്ളി ചേർത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് അരയ്ക്കാൻ പാടില്ല കേട്ടോ. അതായത് ഒരു 80-85% ചതഞ്ഞ് കിട്ടണം കേട്ടോ. അങ്ങനെ നന്നായിട്ട് ചതയ്ക്കുക. അതായത് നമ്മൾ ഈ ഒരു ചമ്മന്തി ചോറിൻ്റെ കൂടെയോ കഞ്ഞിയുടെ കൂടെയോ ഒക്കെ കഴിക്കുമ്പോൾ ഈ ഉള്ളിയൊക്കെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. കുറച്ച് മതി, ഈ ഒരു ചമ്മന്തി കുറച്ചുണ്ടെച്ചാൽ നമുക്ക് വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാൻ പറ്റും. അങ്ങനെ ഞാൻ നന്നായിട്ട് ഉള്ളിയൊക്കെ ചതച്ച്, ഇവിടെ എല്ലാവർക്കും, എൻ്റെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു ചമ്മന്തി. അമ്മ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി തരും. അപ്പോൾ ഇന്ന് എനിക്ക് തീരെ വയ്യ, എന്നാലും ഞാൻ ഇന്ന് ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് ഉണ്ടാക്കുകയാണ്. അങ്ങനെ കല്ലുന്ന അതൊക്കെ വാങ്ങി നന്നായിട്ട് അത് ഉരുള പിടിച്ച് ഒരു പ്ലേറ്റിലാക്കി വെച്ചിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് ഈ കല്ലിൽ തന്നെ കുറച്ച് ചോറൊന്നിട്ട് പുരട്ടി ആ ചോറ് വേണമെച്ചാലും കഴിക്കാം കേട്ടോ. അത് നല്ല ടേസ്റ്റാണ്. പിന്നെ നന്നായിട്ട് ഞാൻ കല്ലുന്ന് വാങ്ങി അതിങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ടൊക്കെ, കാരണം വെള്ളം നമ്മൾ ചേർത്തിട്ടില്ല, പുളിയൊക്കെ ഒട്ടിപ്പിടിക്കും. അപ്പോൾ അതൊക്കെ നമ്മൾ സ്പൂൺ കൊണ്ട് എന്ത് ചെയ്യണം, ചുരണ്ടി എടുത്ത് ഒരു പാത്രത്തിലേക്ക് ആക്കാം. അതിനുശേഷം നമ്മൾ ചേർക്കേണ്ടതാണ് നല്ല പച്ച വെളിച്ചെണ്ണ കേട്ടോ. പച്ച വെളിച്ചെണ്ണ ചേർത്ത് ഒരു സ്പൂണൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ എണ്ണ ഒഴിച്ചപ്പോൾ അത് ഇത്തിരി കുറഞ്ഞു പോയി കേട്ടോ. അപ്പോൾ പാകത്തിന് നമ്മൾ ഒന്നുകൂടെ ഉപ്പും പുളിയൊക്കെ നോക്കണം. ഉപ്പ് അഥവാ കുറഞ്ഞിട്ടുണ്ടെച്ചാൽ പൊടി ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. അങ്ങനെ ഞാൻ വീണ്ടും എണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിത്തിരി കൂടിപ്പോയി കേട്ടോ. ആ എണ്ണ ഇത്തിരി കൂടിപ്പോയി, അത്രയ്ക്ക് ആവശ്യമില്ല. അങ്ങനെ കല്ലൊക്കെ ഞാൻ വടിച്ച് വീണ്ടും ഞാൻ സ്പൂണിട്ട് കോരിയെടുത്ത് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തു കേട്ടോ.